പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പീപ്സ് യൂട്യൂബ് ചാനൽ ഇന്നുള്ളത് മണർകാട്ട് ഗ്ലോബൽ ലൈഫ് വെൽഫെയർ ഓർഗനൈസേഷനിലാണ്. ഈ ഓർഗനൈസേഷൻ പാലിയേറ്റീവ് കെയർ നടത്തുന്നുണ്ട്. അതുകൂടാതെ മറ്റ് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഈ അസോസിയേഷൻ്റെ ഈ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കാൻ ഇതിൻ്റെ മുഖ്യ സംഘാടകനായ മനോജ് സ്കറിയ വാളംപറമ്പിൽ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹവുമായി വളരെ വിശദമായി തന്നെ ഈ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കാം. മണർകാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ലൈഫ് വെൽഫെയർ ഓർഗനൈസേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്ലോബൽ ലൈഫ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ജീവനാഡിയായ പ്രസ്ഥാനമാണ് ഗ്ലോബൽ ലൈഫ് പാലിയേറ്റീവ്. എല്ലാ ദിവസങ്ങളിലും തന്നെ കിടപ്പ് രോഗികളുടെയും പ്രായാധിക്യം മൂലമുള്ള അവശത അനുഭവിക്കുന്ന രോഗികളുടെയും ഭവനങ്ങളിലേക്കെത്തി അവർക്ക് വേണ്ടതായ എല്ലാ ആരോഗ്യകരമായ ശുശ്രൂഷകളും 6-7 വർഷമായി നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങളുടെ പാലിയേറ്റീവ് ഗ്രൂപ്പ്, ട്രെയിൻഡ് നേഴ്സ് അടങ്ങുന്നതായ പാലിയേറ്റീവ് ഗ്രൂപ്പ് ഓരോ ദിവസങ്ങളിലും മണർകാട്, വിജയപുരം, അയർക്കുന്നം, പാമ്പാടി മുതലായ പഞ്ചായത്തുകളുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള കിടപ്പ് രോഗികളും അവശത അനുഭവിക്കുന്നവരുടെ ഭവനങ്ങളിൽ കടന്നു ചെന്ന് അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രഷർ, ബ്ലഡ് ഷുഗർ, മുറിവ് വന്നവർക്ക് വേണ്ടതായ പരിചരണങ്ങൾ അങ്ങനെയുള്ളതായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവരുടെ ഭവനങ്ങളിൽ എത്തിച്ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ദാരിദ്ര്യവും അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഭവനങ്ങളിൽ ഭക്ഷണവുമായി ആ ഭവനങ്ങളിൽ കടന്നു ചെന്ന കിടപ്പ് രോഗികളടക്കമുള്ളതായ പ്രായാധിക്യം മൂലമുള്ളതായ രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്ക് വീട്ടിൽ കൊണ്ടുപോയി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നു. എല്ലാ മാസവും 25ഓളം കുടുംബങ്ങൾക്ക് 13 ഐറ്റങ്ങളടങ്ങിയ പലചരക്ക് സാധനങ്ങൾ, പഞ്ചസാര, മുളക് പൊടി, മല്ലിപ്പൊടി, ഗോതമ്പ് പൊടി, ഉപ്പ്, സോപ്പ്, വെളിച്ചെണ്ണ മുതലായ അവർക്ക് അത്യാവശ്യമുള്ളതായ പലചരക്ക് സാധനങ്ങൾ അടങ്ങുന്നതായ ഒരു കിറ്റ് 25 വീട്ടുകാർക്ക് എല്ലാ മാസവും മുടങ്ങാതെ ഏകദേശം 12 വർഷത്തിലധികമായി അവരുടെ ഭവനങ്ങളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ മാസവും 2 വർഷത്തിലധികമായി ഡയാലിസിസ് നടത്തുന്നതായ നിർദ്ധരായ രോഗികൾക്ക് 8 ഡയാലിസിസ് നടത്താവുന്ന ഡയാലിസിസ് കിറ്റുകൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വിവിധ ഭാഗങ്ങളിലും മെഡിക്കൽ കോളേജിലുമായി വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 120ഓളം രോഗികളെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലുമായിട്ട് വിവിധ ദിവസങ്ങളിൽ പോയി കാണുന്നുണ്ട്. അതിലൊരു 10-60ഓളം രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ, ഡോക്ടേഴ്സ് ഉദ്ദേശിക്കുന്ന മരുന്നുകൾ ഞങ്ങൾ വാങ്ങി അവരുടെ ഭവനങ്ങളിൽ എത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ അയർക്കുന്നത്ത് വളരെ നിർദ്ധരായ ഒരു കുടുംബം, ഭർത്താവ് മരിച്ചുപോയി, 4 പെൺകുട്ടികളടങ്ങുന്നതായ ഒരു കുടുംബം. അതിൽ 3 കുട്ടികളും ആ മാതാവ് ക്യാൻസർ രോഗിയാണ്. അതിനിടയ്ക്ക് സ്ട്രോക്ക് വന്നു. അവർക്ക് ജോലി ചെയ്യാനും ഓർത്തിയില്ല, കിടക്കാടമില്ല. അവർക്ക് ആരോ വാങ്ങിക്കൊടുത്ത 3 സെൻറ്റ് സ്ഥലത്തിൽ ഞങ്ങളിപ്പോൾ ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വാർക്കയുടെ അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്നതായ നാനാവിധമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരുപറ്റം നല്ല ആളുകളുടെ ആ ഉദ്യമമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഞങ്ങളുടെ ഈ സൊസൈറ്റി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നുമില്ല. ഏകദേശം ഒരു 20 താഴെയുള്ളതായ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെല്ലാ മാസവും തരുന്നതായ തുകകൾ കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകമായ ഉദ്ദേശമുള്ളത് ഞങ്ങൾ ആരോടും പിരിവ് ചോദിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നാളിൽ 2022 തിരുവഞ്ചൂർ വലിയ പറമ്പിൽ PT മാത്യു തുടങ്ങിയതായ ഒരു സൊസൈറ്റിയാണ് ഗ്ലോബൽ ലൈഫ് ചാരിറ്റബിൾ സൊസൈറ്റി. ഇപ്പോൾ 22 വർഷത്തിലധികമായി ഈ സൊസൈറ്റി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മെമ്പേഴ്സും ഉദാരമതികളായ ആൾക്കാരും തരുന്നതായ സ്വമതയെ അവർ തരുന്ന, ആരോടും ചോദിക്കാതെ സ്വമതയാർ തരുന്നതായ തുക കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഒരു മുടക്കവും കൂടാതെ ചോദിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും, അതോടൊപ്പം തന്നെ
എയർ ബെഡുകൾ, വീൽ ചെയറുകൾ, ഓക്കറുകൾ, അതുപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായ കട്ടിലുകൾ, ഇങ്ങനെയെല്ലാം രോഗികൾക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ അടുക്കൽ അത് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങളും ഈ നാളുകളിൽ ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ അളവ് പറ്റിയ കൃപയാൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ യാക്കോബായ സുറിയാനി സഭയിലെ മണർകാട് പള്ളി ഇടവാംഗമായൊരു വൈദികനാണ്. ഇപ്പോൾ നീലിമംഗലം സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ സമയവും ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് എനിക്ക് വളരെ സന്തോഷം നൽകുന്നത്. ഏകദേശം 25 വർഷത്തിലധികമായി ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ, ഒത്തിരി വ്യക്തികൾ കൈ കോർക്കുമ്പോഴാണ്, അവർ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ അവർ കൈ കോർക്കുമ്പോഴാണ് ഇത്ര ഭംഗിയായി ഈ കാര്യങ്ങളൊക്കെ നടത്തുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളെല്ലാ മാസവും കൊടുക്കുന്ന ഫുഡ് കിറ്റിലെ സാധനങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഉപ്പ്, 1 പാക്കറ്റ് ഉപ്പ്, ഫോർച്യൂണിൻ്റെ 1 കിലോ ആട്ട, പയറ്, പരിപ്പ്, കടല, പിന്നെ മുളക് പൊടി 1/4 കിലോ, പഞ്ചസാര 1 കിലോ, AVTയുടെ തേയില 1/4 കിലോ, വെളിച്ചെണ്ണ, കുളിക്കുന്ന സോപ്പ്, അലക്കുന്ന സോപ്പ് 1 കെട്ട്, കടുക്, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള 12-13 ഐറ്റമാണ് ഇതിൻ്റെ അകത്ത് മൊത്തം വരുന്നത്. നമ്മുടെ വോളണ്ടിയേഴ്സ് തന്നെയാണ് എല്ലാ മാസവും ഇതൊന്ന് പാക്ക് ചെയ്യുന്നത്. അവരിൽ നിന്നൊരു പ്രതിഫലവും വാങ്ങിക്കാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഹോൾസെയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ഒരു പ്രതിഫലവും വാങ്ങാതെ തന്നെ ഇതെല്ലാം കിറ്റുകളിലാക്കി കൊടുക്കണം. കിറ്റുകളിലാക്കിയാണ് ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്. അതിൽ ആ മെമ്പേഴ്സാണ്, ഇത്ര മെമ്പേഴ്സേ നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ളൂ. അവരെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്ലോബൽ ലൈഫിൻ്റെ പ്രതിനിര ഭക്ഷ്യവിതരണത്തിൽ ഇന്നത്തെ പൊതികൾ തലച്ചിറക്കൽ ശ്രീ ബാബുവും ലതയുടെയും ഭവനത്തിൽ നിന്നാണ് ഇത് തരുന്നത്. അവർ നമ്മുടെ ഗ്ലോബൽ ലൈഫിൻ്റെ മെമ്പേഴ്സാണ്, കമ്മിറ്റി മെമ്പേഴ്സാണ്. ഇന്ന് ഈ പൊതികൾ നമ്മുടെ ഭക്ഷ്യവിതരണത്തിൻ്റെ ചാർജുള്ളതായ കെ ജേക്കബ് കൊച്ചുപറമ്പിലും നമ്മുടെ സെക്രട്ടറി സാബുവും കൂടെ അതിപ്പോൾ അവരിൽ നിന്ന് കൈപ്പറ്റുന്നതാണ്. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ഗ്ലോബൽ പാലിയേറ്റീവ് കെയർ ഓർഗനൈസേഷൻ്റെ ഗ്ലോബൽ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽ നഴ്സായ അനു ആണ്. അനു പാലിയേറ്റീവ് കെയർ ആക്ടിവിറ്റീസിൻ്റെ വിശദാംശങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നമുക്കത് കേൾക്കാം. എൻ്റെ പേര് അനു. ഞാൻ ഗ്ലോബൽ ലൈഫ് വെൽഫെയർ ഓർഗനൈസേഷൻ്റെ പാലിയേറ്റീവ് കെയർ നേഴ്സാണ്. നമ്മളിപ്പം മെയിനായിട്ട് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് കെയർ ഹോം കെയർ പരിചരണം നമുക്ക് ആഴ്ചയിൽ 3 ദിവസമുണ്ട്. അത് ചൊവ്വ, ബുധൻ, ശനി ദിവസങ്ങളിലാണ് നമ്മൾ ഹോം കെയറിന് പോകുന്നത്. നമുക്കിപ്പം ആകെ ഒരു ഏകദേശം 60 പേഷ്യൻസിനോടടുത്താണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ വീട്ടിൽ പോയി രോഗികൾക്ക് വേണ്ട പരിചരണം എന്താണോ, കിടപ്പ് രോഗികളുണ്ട്, അല്ലാണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ ചിലർക്ക് ആഹാരത്തിനായിരിക്കും ബുദ്ധിമുട്ട്, ചിലർക്ക് മരുന്നായിരിക്കും, ചിലർക്കൊന്ന് സംസാരിക്കാനായിട്ട് ഒരാളായിരിക്കും. അങ്ങനെ എന്താണോ ആവശ്യം അതറിഞ്ഞ് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് അതാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പം 3 ദിവസം ഉള്ളെങ്കിലും വരും കാലങ്ങളിൽ നമുക്കത് അതിൻ്റെ ദിവസങ്ങളുടെ എണ്ണം കൂട്ടി പേഷ്യൻസിനെ മാക്സിമം പറ്റുന്നത്രയും പേഷ്യൻസിനെ നമുക്ക് നോക്കണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. പിന്നെ മെഡിസിൻ വിതരണം ഉണ്ട്. നമ്മൾ പേഷ്യൻസിനോട് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടാത്ത മെഡിസിൻസൊക്കെ കഴിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് രോഗികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ മെഡിസിൻസ് വാങ്ങിച്ച് മാസാമാസം നൽകുന്നുണ്ട്. അതിപ്പോൾ ഒരു 10-15 പേഷ്യൻസിനോളം എല്ലാ മാസവും നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നത് ഫുഡ് കിറ്റാണ്. അതും വേറെ നിവൃത്തിയൊന്നുമില്ല. ചിലപ്പം വീട്ടിലെ പേരൻസ് പ്രായമായവർ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പെൻഷൻ കിട്ടാതെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കിറ്റായിട്ട് ഫുഡ് കിറ്റ് കൊടുക്കുന്നുണ്ട്. മാസത്തിൽ ഒരു കിറ്റ് വീതം കൊടുക്കുന്നുണ്ട്. ഒരു 13 ഐറ്റം, അത്യാവശ്യ സാധനങ്ങളടങ്ങി ഒരു 13 ഐറ്റം. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ റീസണായിട്ട് 2 വീട്ടിൽ സ്ഥിരമായിട്ട് ചോറ് കൊടുക്കുന്നുണ്ട്.
അത് വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് ആഹാരമായിട്ട് തന്നെ എല്ലാ ദിവസവും ആഴ്ചയിലെ എല്ലാ ദിവസവും പൊതി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മളൊരു 4 വീട്ടിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 2 വീട്ടിലായിട്ട് അവരുടെ ബാക്കിയുള്ളവർക്ക് ഒക്കെ ആകാം എന്നായി കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി അവർക്ക് ഫുഡ് കിറ്റ് ആക്കി നമ്മൾ ഫുഡ് ഇപ്പോൾ 2 വീട്ടിലാണ് സ്ഥിരം കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഗ്ലോബൽ ലൈഫ് വെൽഫെയർ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറും നിലവിലെ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ VT മാത്യു ആണ്. അദ്ദേഹം നമ്മളോട് ഈ ഓർഗനൈസേഷൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കുന്നു. 2002 രജിസ്റ്റർ ചെയ്ത ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണിത്. 2002 മുതൽ ഇത്രയും കാലങ്ങൾ ഒരു 5-6 വർഷമായിട്ട് അച്ഛനാണ് പ്രസിഡന്റ്. അതുവരെ ഞാനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വൈസ് പ്രസിഡൻറ്റും അച്ഛൻ പ്രസിഡൻറ്റുമായിട്ട് ഒരു ടീമായിട്ട് വർക്ക് അന്ന് മുതലേ ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊന്നും അത്രമാത്രം അന്ന് വിപുലമായിട്ട് നടത്താൻ സാധിച്ചില്ല അന്ന്. പക്ഷേ അച്ഛൻ പ്രസിഡൻ്റായ പിന്നെയാണ് കൂടുതൽ വിപുലീകരിച്ച പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇന്ന് മുതൽ ഇന്ന് വരെയും ഇതിൻ്റെ കാര്യങ്ങളിൽ ഞാനറിയാതെ ഒരു കാര്യങ്ങൾ നടക്കുന്നുമില്ല. അച്ഛൻ പറഞ്ഞ് എന്നോട് പറയും, അല്ലെ കമ്മിറ്റിക്കാർ പറയും. അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന അച്ഛനാണ്. പിന്നെ നമ്മളെ കൊണ്ടാകാവുന്ന പോലെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഗ്ലോബൽ ലൈഫ് വെൽഫെയർ ഓർഗനൈസേഷൻ്റെ വോളണ്ടിയേഴ്സ് ഇന്നത്തെ ആതുര ശുശ്രൂഷ സേവനത്തിനായി പുറപ്പെടുകയാണ്. എല്ലാവരും കിറ്റുമൊക്കെ എടുത്ത് അവരുടെ വാഹനത്തിലാണ് പോകുന്നത്. അവരുടെയൊക്കെ മുഖത്ത് ഒരു സംതൃപ്തി നമുക്ക് കാണാം. അവരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകട്ടെ, ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് ആശംസിക്കാം. ചാനൽ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.